ചൂടെടുത്ത് നിൽക്കാൻ പറ്റുന്നത് ഫുൾ ടൈം എ സി വേണമെന്നാണ് ഫുൾ ടൈം നമ്മൾ നിങ്ങളത് ശീലിക്കണം എന്ന് പറയാ സമയം അതാ ഞാൻ എ സി ഒന്നും വെക്കാൻ അല്ലാണ്ട് പൈസ ഇല്ലാറ്റല്ല. സ്പാനിഷ് ബ്യൂട്ടി പാർലർ ജിസ്ന വളയം കേക്ക് മുറിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ വിജയാശംസകളും നമ്മൾ നേരുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സക്സസ്ഫുൾ ആവട്ടെ എന്ന രീതിയിൽ. വേറെന്താ ജിസ്നക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും എന്താ പറയണ്ടേ, എല്ലാവരും സൗന്ദര്യം വർദ്ധിപ്പിക്കുക. വളരെ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ ജിസ്ന നിങ്ങളോടെല്ലാം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരു സന്തോഷം കാണുന്നില്ല. ഒന്ന് ഹാപ്പി എല്ലാവരും ഉഷാറാണോ? എന്തോ ഒരു ഉഷാർ കുറവുണ്ട്. നിങ്ങൾ മധുരം കൊടുത്തിട്ടില്ല? അപ്പൊ എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും നമ്മളെ ഈ ഒരു ഉദ്ഘാടനത്തിൽ ഉൾക്കൊള്ളിച്ചതിലും നിങ്ങളെല്ലാം സ്നേഹം തിരിച്ചറിയാൻ പറ്റിയത് നമ്മളെ വീഡിയോസിലും കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. കമലമ്മക്ക് എന്താ പറയാനുണ്ടോ? ഇതിലെ കാരണക്കാർ ഇവര് തന്നെയാണ്. എല്ലാ വിജയാശംസകളും.
അപ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് കൊണ്ടുവരാൻ പോലെ എനിക്കിത് മതി, ഞാൻ എടുത്തന്നെ കൃഷ്ണ. പ്രൊഫഷണൽ ആയിട്ട് മുറിക്കുന്ന ആളുണ്ടാവും. അതന്നെ എന്നാലും ശരിയാവും. അത് ഞാൻ കൊടുക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് കൊടുത്തതാ, ഇവിടെ നിന്ന് കൊടുത്തേക്കാം. നന്നായില്ല, നല്ല ടേസ്റ്റില്ല. ഞാൻ തിന്നതിന്റെ ബാക്കിയാ. എല്ലാവരും കുറച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കണേ. എല്ലാവരും സൗന്ദര്യം വർദ്ധിപ്പിക്കണേ. ഇന്നത്തെ ഓഫർ ഉണ്ടാ? ഇന്ന് ഒരുപാട് ഓഫർ ഉണ്ടേ. കുറെ അറിയാം അല്ല, കവിതേന്റെ കാര്യമൊക്കെ അല്ലേ, അതിനിടയിൽ പറയാൻ ജിസ്നയുടെ അടിപൊളി കവിതനെ പറ്റി 2 വാക്കുകൾ എന്റെ വ്ളോഗില്. കവിത എന്ന് പറഞ്ഞാൽ ഞാനൊരു എഴുത്തുകാരി അറിയപ്പെടാനാ പ്രശസ്തിക്കൊന്നും വേണ്ടിയിട്ടില്ല എഴുതി തുടങ്ങിയത്. പിന്നെ ആത്മസംതൃപ്തി തന്നെ ഞാനുൾപ്പെടെ മറ്റു പലരുടെയും ജീവിതാനുഭവങ്ങളാണ്. ആ കവിതയുടെ പേരെന്തായിരുന്നു? ഇനി നേരമില്ല. ഇനി നേരമില്ല എന്ന് എവിടെ സെർച്ച് ചെയ്താൽ ആൾക്കാർ കാണാൻ പറ്റും? യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും. യൂട്യൂബിലെ മിലേനിയം യൂട്യൂബ് ചാനലിൽ ഇനി നേരമില്ല എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജിസ്നയുടെ അടിപൊളി കവിത ഇപ്പൊ ദൃശ്യാവിഷ്കരിച്ചത് നമ്മളെ പപ്പൻ നരിപ്പറ്റയാണ് അല്ലെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഫിലിം ഡയറക്ടർ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സഫലമായി. അതായത് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത പപ്പൻ നരിപ്പറ്റയെ കൊണ്ടാണ് ആ ഒരു കവിത ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ആഗ്രഹമായിരുന്നു. പപ്പട നമ്മുടെ സുഹൃത്തും കൂടിയാണ്. പപ്പട കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ 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 റൈറ്റ്. അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവർക്കും. എന്നാൽ എല്ലാവർക്കും കേക്ക് കൊടുത്തേക്ക്. അപ്പൊ നിങ്ങളൊരു ബഡ മുതലാളിയാണ്, ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. ഞാൻ കണ്ടതാ വന്നത്. ആ ശരി, ഇഷ്ടപ്പെട്ട ബാങ്ക് ഫോളോ ചെയ്ത് അല്ല, അത്യാവശ്യം ആൾക്കാർ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും പറയാൻ സംഭവം. സന്തോഷം. അല്ലാതെ തുറന്ന് ഒരു ഈഗോ ഇല്ലാതെ നമ്മളെ മുമ്പിൽ വെച്ച് പറയാൻ നടന്നത് അതിൽ കൂടുതൽ വേറൊന്നുമില്ല. ഇത് കാരണം എനിക്കിപ്പോ ബാങ്ക് പോയി കൂടാ. ബാങ്ക് പോയി അപ്പം പറയൂ. തീർച്ചയായും തീർച്ചയായും. പിന്നെന്താ മുഖത്തില്ലല്ലോ? ഇല്ല. ഇതാ അച്ഛൻ്റെ കാര്യമായ ആളാ. എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന. ഇത് ഞങ്ങളുടെ കൂടെ ഇവിടെ മുഖ്യാതിഥിയായി ജോയിൻ ചെയ്ത ഷോണിമ ബാലൻ സിംഗറാണ്. ഏതൊക്കെ വർക്കുകളാണ്? കൈരളി ടിവിയുടെ മാമ്പഴം റിയാലിറ്റി ഷോ. കൈരളി ടിവിയുടെ തന്നെ കഥ പറയുമ്പോൾ പിന്നെ ജിസ്നയുടെ കവിത പാടി പാടിയത് ജിസ്നയുടെ ആൽബം ഇനി നേരമില്ല. അത് മൂപ്പറാണ് പാടിയിട്ടോ. രണ്ടുപേര് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് രണ്ടുപേര് പാടിയാലേ ഓക്കെ അല്ലേ ബിലാലെ? എന്നാ പിന്നെ ഓക്കെ, തകർത്തുകളാം. आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो, हाय मर जाएंगे हम तो लुट जाएंगे, हाय मर जाएंगे हम तो लुट जाएंगे, ऐसी बात किया ना करो, आज जाने की जिद ना करो, आज जाने की जिद ना करो. വെറുതെ പറയല്ല, നമ്മളല്ലാതെ മറ്റാരും സഖാവില്ല എന്നുള്ള പാട്ട് കേരള ഏറ്റെടുത്തൊരു പാട്ടാണ്. പക്ഷെ ഞാൻ ആ പാടിയെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, അതല്ല, അത് പറയാനുള്ളൊരു വേദിയാണ് ഇത്. അത് അറിയപ്പെടാൻ കഴിയുന്ന വളരെ സന്തോഷം. ഇവരാണ് കേട്ടാ ഇവിടുത്തെ ബ്യൂട്ടീഷ്യൻ.
ഒരച്ചങ്ങ് തേച്ചേക്ക്. ഒരാൾ മുഖം കിട്ടിക്കഴിഞ്ഞാലോ ഒരച്ചിട്ട് പണി. 15 കൊല്ലമായി 15 കൊല്ലമായി തേക്കുന്നില്ലേ? താങ്ക് യു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കമലമ്മ ത്രെഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് വെള്ളം നിർബന്ധിച്ച് ചെയ്യുന്ന കേട്ടോ. അമ്മ എന്തെങ്കിലും പറയാനുള്ളത്? ചുണ്ടു മാത്രം ആണെങ്കിൽ എന്തെങ്കിലും പറയാം. എന്നെ നമ്മളെ പ്രേക്ഷകരെ ചീത്ത പറയും. നല്ലെന്ന് പറയും പഴയത്. അപ്പൊ അത് കറക്റ്റ്. എന്താ പറഞ്ഞത്? നമ്മളെ ക്യാപ്ഷൻ സ്പാനിഷ് ബ്യൂട്ടി പാർലറിന്റെ ക്യാപ്ഷൻ കേട്ടോ അത്. ഇല്ല, കറക്റ്റ്. ഞാൻ ഇത്രയും കാലം കളവനൊക്കെ എനിക്കറിയാം പണ്ട് ഒരുപാട് പിരികളുള്ള ആളാ. അമ്മ ഉറങ്ങിപ്പോരുതേ. ഇല്ല, വേദന ഒന്നുണ്ടോ? ഇല്ല ഇല്ല. ജീവിതത്തിൽ ആദ്യമായി പുരികം ത്രെഡ് എന്ത് തോന്നും നമുക്ക്? എനക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് തോന്നില്ല. 2-3 പ്രസവം പ്രസവിച്ചോളേ ഞാൻ. എനിക്കിത് 2-3 പ്രസവം പ്രസവിച്ചോളൂ. ഈ ത്രെഡിൽ എന്ത് വിഷയം? മരമൊക്കെ എല്ലാം കാറ്റ് കളി. ഈ പോയ ആളെല്ലാരും വരുന്നതെന്ന് അറിയും. മരുമക്കളല്ലേ ഇതിന്റെ സപ്പോർട്ടാണ്. പോവും. വേദന ഉണ്ടോ? ചെറിയ അതൊന്നും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റും. ആയിക്കോട്ടെ, ഞാൻ പറയലുണ്ട് എടുക്ക്. ഇവരെല്ലാം പറയല്ലോ, ഞാനാ പോവാത്ത. അമ്മ വരാഞ്ഞിട്ടാ. വീഡിയോ സീരിയൽ നമുക്ക് ദൈവം ആദ്യം അറിഞ്ഞ് സൗന്ദര്യം കൊടുത്തോണ്ട്. പുരികെല്ലാം നല്ലോണം ഉണ്ടായിരുന്നു കൊറേ പണ്ട്. സൂപ്പർ ആയിക്കണ്ട. ഇവിടുന്ന് കാണുമ്പോ ഉർവശിയിലോട്ടുണ്ട്. ഉർവശി കേൾക്കണ്ട. എന്താ ഇപ്പം കൊറേ ഊരിപ്പോയി. എന്താ സുഖല്ലേ? പരമാനന്ദ സുഖ. അത് കളിക്ക്. അല്ല ഇങ്ങക്കോ സുഖല്ലേ? മിണ്ടുന്നില്ല. അടിപൊളി. അത് ആ ഒരു കാഴ്ചപ്പാടാ വേണ്ടത്. സീരിയസ് ആയിട്ട് പിന്നെ അല്ലാണ്ട് പിന്നെ കുറച്ച് ബ്യൂട്ടി അല്ലേ ശ്രദ്ധിക്കണം. അല്ല പിന്നെ എന്ത് അത് പൊളിച്ച് ഇതാരാ നേരത്തെ കണ്ട ആള് മാറി? നേരത്തെ കിടന്ന ആള് ഞാൻ ഒന്ന് വായ തുറക്കുക. ഇപ്പം അങ്ങനെ പുരികൻ ത്രെഡ് ചെയ്തിട്ടുള്ള ആദ്യമായിട്ടുള്ള കമലമ്മയുടെ ഒരു വീഡിയോ ആണിത്. എങ്ങനെയുണ്ട് പുരികൻ ത്രെഡ് ചെയ്തിട്ട്? കലാച്ചി തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനവുമായി ഷോണിമ ബാലൻ. ഓഹോ 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 ഓഹോ. നിലാ പൊങ്കലായേലോ പാടും നീ ഓ മഴക്കോളു കണ്ട മതിക്കുമി നാട്ടിൽ ഇടത്തോട് പോലും മാറ് കിളിപ്പാട്ടു തേനായി തുളിക്കുമി നാട്ടിൽ കരിക്കാടി പോലും പാല് തനിത്തങ്കവും കൊണ്ടേ പോരുന്നു ഞാനും ഓ നിലാ പൊങ്കലായേലോ പാടും നീ ഓ കുളമ്പൊച്ച മൂളും തുടിത്താളമോടെ നടക്കൻ്റെ കാളേ വേഗം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേകും നാട് തണുപ്പോലും ആ നാട്ടിൽ നിങ്ങളും വായോ ഓ
ഓ